ജോൺ എബ്രഹാം എന്ന വിശ്വപ്രസിദ്ധനായ ചലച്ചിത്രകാരൻ ചുരുക്കം ചില സിനിമകളിൽ കൂടി ലോകത്തിലെ ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധ പിടിച്ചു പറ്റിയ മനുഷ്യൻ. അദ്ദേഹം മരിച്ചത് മെയ് മാസം 30-ാം തീയതി 1987 അത് അനുസ്മരിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസം മെയ് 3-ാം തീയതി തിരുവനന്തപുരത്ത് VJT ഹാളിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു നാടകത്തിൻ്റെ പ്രദർശനം ഉണ്ടായിരുന്നു. നേർച്ചക്കോഴി എന്ന് പറയുന്നൊരു നാടകത്തിൻ്റെ. ശ്യാംകുമാർ അതിൽ പങ്കെടുത്തിരുമെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? സുരേഷ്, ഈ കഴിഞ്ഞ ഞായറാഴ്ച തിരുവനന്തപുരം നാട്യഗൃഹം എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായ ഒരു നാടക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സുരേഷ് പറഞ്ഞ പോലെ ലോകപ്രശസ്ത, ഇന്ത്യയിൽ നിന്നുള്ള, മലയാളത്തിൽ നിന്നുള്ള ലോകപ്രശസ്തനായ ജോൺ എബ്രഹാം എന്ന ഇതിഹാസ സിനിമാ ചലച്ചിത്രകാരൻ്റെ അനുസ്മരണവും അദ്ദേഹത്തിൻ്റെ ഏറെ പ്രശസ്തമായ നേർച്ചക്കോഴി എന്ന് പറഞ്ഞ ചെറുകഥയുടെ ഒരു നാടകാവിഷ്കരണവും നടന്ന ആ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായി. സുരേഷ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോൺ എബ്രഹാം 4 സിനിമകൾ ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച്, ആ സിനിമകളെക്കുറിച്ച് ശ്യാമിനൊന്ന് വിശദീകരിക്കാമോ? ജോൺ എബ്രഹാം ശരിക്കും 4 ചിത്രങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ 4 ചിത്രങ്ങളും ലോക ചലച്ചിത്ര വേദിയിൽ തന്നെ സ്ഥാനം പിടിച്ച ചിത്രങ്ങൾ തന്നെയാണ്. ഏറ്റവും ആദ്യം ചെയ്ത, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1969 മറ്റോ ആണെന്ന് തോന്നുന്നു, വിദ്യാർത്ഥികളെ ഇതിലേ എന്ന് പറഞ്ഞൊരു ചിത്രമാണ് ആദ്യം വരുന്നത്. അത് ഓർക്കാൻ കാര്യം, അന്ന് ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ, തീർച്ചയായിട്ടും സുരേഷും ഒക്കെ സ്കൂൾ വിദ്യാർത്ഥികളായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളിൽ ഈ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. അന്ന് നമുക്കറിയില്ല, അന്ന് നമുക്ക് സ്കൂളിൽ എന്തുകൊണ്ടാണ് ഒരു ചിത്രം പ്രദർശിപ്പിക്കുന്നത് എന്നൊന്നും അറിയില്ല. ഒരു ചിത്രം കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി, കുറച്ച് സമയം ക്ലാസ്സിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കാം എന്നൊക്കെയുള്ളൊരു സന്തോഷമായിരിക്കും നമ്മുടെ മനസ്സിൽ അന്നുണ്ടായിട്ടുണ്ടാവുക. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഞാൻ ആദ്യം കണ്ട ചിത്രം. ആ ചിത്രം ഒരു ചിത്രം കണ്ട് കടന്നു പോയി എന്നുള്ളതിൽ കവിഞ്ഞ് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ കുറച്ചുകൂടെയൊക്കെ നമുക്ക് ചലച്ചിത്ര ബോധം വന്നു തുടങ്ങി, സാഹിത്യത്തിലൊക്കെ താല്പര്യം വന്നു തുടങ്ങിയ സമയത്താണ് അദ്ദേഹത്തിൻ്റെ അഗ്രഹാരത്തിൽ കഴുതൈ എന്ന് പറഞ്ഞ ഒരു ചിത്രം. അത് സുരേഷ് അറിയാമല്ലോ, വളരെ ലോക പ്രശസ്തമായ ഒരു ചിത്രമാണ്. അക്കാലത്ത് അത് തമിഴിലാണ് അദ്ദേഹം എടുത്ത ചിത്രം, തമിഴിലെടുത്തതാണ്. അത് വളരെ പ്രസിദ്ധമായൊരു ചിത്രമായിരുന്നു. അതിൽ അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും തമിഴ്നാട് പോലുള്ള ഒരു ഈ സമുദായത്തിനൊക്കെ ധാരാളം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിന്നൊരു സ്ഥലം കൂടിയാണ്. അതെ 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 അങ്ങനെയുള്ളൊരു അഗ്രഹാരം എന്നുള്ള ഇത് തന്നെ കേൾക്കാമല്ലോ. അപ്പൊ അഗ്രഹാരത്തിൽ വന്നു പെടുന്ന ഒരു കഴുതയും അതുയർത്തുന്ന പ്രശ്നങ്ങളും ആ സമൂഹത്തിൽ, ആ ചുറ്റുപാടിൽ അതുണ്ടാക്കുന്ന പ്രതികരണങ്ങളും ഒക്കെ ആയിരുന്നു ആ അഗ്രഹാരത്തിൽ കഴുതൈ. അത് ധാരാളമായി അംഗീകരിക്കപ്പെട്ട ഒരു ചിത്രമാണ്. അത് നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മകളുണ്ട്. കാരണം നമുക്ക് സിനിമകളെ കുറിച്ചൊക്കെ നമ്മൾ ചെറുതായിട്ടെങ്കിലും മനസ്സിലാക്കി വരുന്ന കാലഘട്ടത്തിലാണ് അത്. പിന്നെ കുറച്ചു കാലത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ എന്ന് പറഞ്ഞ ചിത്രം വരുന്നത്. അതെ 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 നമ്മുടെയൊക്കെ മനസ്സിൽ അടൂർ ഭാസി ഒരു ഹാസ്യ നടനായിരുന്നു. അടൂർ ഭാസി, പ്രേം നസീർ, ആ ടീം പ്രേം നസീർ നായകനായും അടൂർ ഭാസി ഹാസ്യം കാണിക്കുന്നതിന്, ചിരിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമല്ല അന്നത്തെ ഹാസ്യം ഇന്നത്തെ കൂട്ട് നിലവാരം നമ്മൾ അങ്ങനെ താരതമ്യപ്പെടുത്തുന്നതിനകത്ത് അർത്ഥമില്ല. എങ്കിൽ പോലും സാഹചര്യം കൊണ്ടുള്ള ഹാസ്യ രംഗങ്ങളല്ലാതെ അഭിനയത്തിലൂടെ അല്ലെങ്കിൽ ചില പദപ്രയോഗങ്ങളിലൂടെ കാണിക്കുന്ന ഒരു ഹാസ്യത്തിന്റെ രീതിയിൽ ആണ് തളയ്ക്കപ്പെട്ടു പോയ ഒരു പ്രതിഭയായിരുന്നു ശരിക്കും അടൂർ ഭാസി. ആ അടൂർ ഭാസി വെച്ചിട്ടാണ്, നായകനാക്കിയിട്ടാണ് ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ എന്ന് പറഞ്ഞ ചിത്രം പിന്നെ വരുന്നത്, ജോൺ എബ്രഹാം ചെയ്തത്. ആ ചിത്രവും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ചിത്രമായിരുന്നു. അടൂർ ഭാസിയിൽ ഇങ്ങനൊരു പ്രതിഭ, അടൂർ ഭാസിയിൽ ഒരു യഥാർത്ഥ നടൻ ഉണ്ട് എന്നുള്ളത് വെളിവാക്കപ്പെട്ട ഒരു ചിത്രമായിരുന്നു അത്. അതാണ് അടുത്ത ചിത്രം, 3ാമത്തെ ചിത്രം. പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ ചിത്രം അമ്മയറിയാൻ എന്ന സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ. അത് ഈ നാട്ടുകാരിൽ നിന്ന് പൈസ കളക്ട് ചെയ്തിട്ട് ചെയ്തൊരു ചിത്രമല്ലേ? അതൊരു പ്രത്യേകത, ഒരു നിർമ്മാതാവില്ലാതെ നിർമ്മിച്ചൊരു ചിത്രമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സത്യം, അങ്ങനെ തന്നെയാണ്. ജനകീയ സിനിമ. അന്ന് വരെ അങ്ങനൊന്നില്ല. അന്നൊരു നിർമ്മാതാവ് വേണം. പലപ്പോഴും
പല പ്രതിഭകൾക്കും, പല സംവിധായകർക്കും അല്ലെങ്കിൽ പല എഴുത്തുകാർക്കും അവരുടെ പ്രതിഭ തെളിയിക്കാൻ കഴിയാതെ പോകുന്നത് പണം മുടക്കുവാൻ ഒരു നിർമ്മാതാവ് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളിൽ പോലും പലരും ഉണ്ട് നല്ല ചിത്രങ്ങളുമായിട്ടും നല്ല കഥകളുമായിട്ടും നല്ല സംവിധാന പ്രതിഭയുമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് നല്ലൊരു ഒരു 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 നിർമ്മാതാവിനെ കിട്ടാതെ നശിച്ചുപോയ അനേകം നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ഉണ്ട്. പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്നവരുണ്ട്. അഞ്ചൽ കേന്ദ്രീകരിച്ച് തന്നെ ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ജോൺ അബ്രഹാം ജനകീയ സിനിമ എന്ന് പറഞ്ഞൊരു സങ്കല്പം, ഒരു സങ്കല്പം കൊണ്ടുവന്നിട്ട് ആശയം കൊണ്ടുവന്നിട്ട് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചെടുക്കുക. ആർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചെടുത്ത ഒരു ചിത്രമോ പലരും അതിശയമായിരുന്നു. പക്ഷേ ജോൺ അബ്രഹാം അത് ചെയ്തു. ജോൺ അബ്രഹാം സ്വന്തമായിട്ട്, അത് 100% മൗലികമായ ഒരു സൃഷ്ടിയാണ്, ജോൺ അബ്രഹാമിന്റെ സൃഷ്ടിയാണ് അമ്മയറിയാൻ. അത് ഒക്കെ കാണുന്ന സമയത്തൊക്കെ നമുക്കൊക്കെ ധാരാളം ചലച്ചിത്ര ബോധമുണ്ടായി. ലോക സിനിമകളെ കുറിച്ചൊക്കെ ഉള്ള പല ദർശനങ്ങളും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ അമ്മയറിയാൻ ഈ പറഞ്ഞതുപോലെ നാട്ടുകാരിൽ നിന്നും പൈസ പിരിച്ചെടുത്ത് നാട്ടുകാർക്ക് വേണ്ടി, നാട്ടുകാരാൽ, പ്രത്യേകിച്ച് അങ്ങനെ വലിയ അഭിനേതാക്കളൊന്നും ഇല്ലാതെ പങ്കെടുക്കുന്നവരെല്ലാവരും ജനക്കൂട്ടം ഒക്കെ അതിൽ അഭിനേതാക്കളാണ്. അതില് നമുക്കറിയാം ഇന്നത്തെ പ്രശസ്ത സിനിമാ താരം ജോയി മാത്യു ഉണ്ട്. അദ്ദേഹം കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള ജോയി മാത്യുവിന്റെ ആദ്യ ചിത്രമായിരുന്നു ഈ അമ്മയറിയാൻ എന്നുള്ളത്. അതിലെ പ്രധാന കഥാപാത്രമായ പുരുഷൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം, നായകൻ ആയിട്ട് അഭിനയിച്ചത് ഈ ജോയി മാത്യു ആയിരുന്നു. ആ ചിത്രം കണ്ട ഓർമ്മ ധാരാളമുണ്ട്. പിന്നെ പിൽക്കാലത്ത് ആ ചിത്രം രണ്ടാമത് അത് ഇംപ്രവൈസ് ചെയ്തിട്ട് അത് വീണ്ടും പുതിയ ടെക്നോളജിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ അത് പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനത് പണ്ടും കണ്ടിട്ടുണ്ട്, അത് ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ സുരേഷ്, ഒരു കാര്യം വളരെ പ്രസക്തമായിട്ടൂടെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരിക്കൽ, വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണത്, അധികം നാളായിട്ടില്ല എങ്കിൽ പോലും, അവർ ഈ എക്കാലത്തെയും ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും നല്ല 10 ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഈ അമ്മയറിയാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ അത് കാണിക്കുന്ന ജോൺ അബ്രഹാമിന്റെ പ്രതിഭയാണ്. അതിലൊരു സംവിധായകനില്ല, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ സാങ്കേതിക തികവൊന്നുമില്ല, വിദഗ്ധരൊന്നുമില്ല. എല്ലാം ജോൺ അബ്രഹാമുമായിട്ടുള്ള അനുയായികളുമായിട്ട് ചേർന്ന് ചെയ്ത ആ ഒരു അമ്മയറിയാൻ ലോക സിനിമാ വേദിയിൽ തന്നെ ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കിയതാണ്. മലയാള ചലച്ചിത്ര മേഖലയിൽ അത് ഒരു അടയാളപ്പെടുത്തപ്പെട്ട ഒരു ചിത്രമാണ്. അത് പ്രദർശിപ്പിച്ചത് പോലും തിയേറ്ററുകളൊന്നും വേണമെന്നില്ല ജോൺ അബ്രഹാം ചെയ്തുകൊണ്ടിരുന്നത് ഈ ചിത്രത്തിന്റെ പെട്ടിയും തൂക്കി പ്രൊജക്ടറുമായിട്ട് അദ്ദേഹം ഇങ്ങനെ പോകും, നഗരങ്ങളിലൂടെ പോകും. അദ്ദേഹത്തിന്റെ കൂടെ ഒരു കൂട്ടമുണ്ടായിരുന്നു. കാരണം എല്ലാവരും നിർമ്മാതാക്കളാണല്ലോ, എല്ലാവരും പൈസ മുടക്കിയവരാണല്ലോ. അതിനകത്ത് ലാഭേച്ഛയൊന്നുമില്ല. എന്റെ മനസ്സിലൊരു സിനിമയുണ്ട്, എന്റെ മനസ്സിൽ നിങ്ങളോട് പറയുവാൻ, ഈ സമൂഹത്തോട് പറയുവാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയുവാൻ ഈ മാധ്യമം ഞാൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് ജോൺ അബ്രഹാമിന് സിനിമ മാത്രമല്ല, ജോൺ അബ്രഹാമിന് സിനിമയും ഉണ്ട് എന്നുള്ളതാണ്. ജോൺ അബ്രഹാം ഏത് മാധ്യമം ഉപയോഗിച്ചാലും അത് 100% മൗലികമായിരിക്കും. ജാടകളില്ലാത്ത, നാട്യങ്ങളില്ലാത്ത പച്ചയായ അവതരണ രീതിയിൽ ആണ് അദ്ദേഹം ഈ സിനിമ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളത്. ആദ്യം ഒരു മൗത്ത് പബ്ലിസിറ്റി പോലെ ഒരു മൈക്കും എടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ അലയുമായിരുന്നു എന്നാണ് പറയുന്നത്. അതിന് പലപ്പോഴും പോലീസിന്റെയൊക്കെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ ഒരു പബ്ലിക് ന്യൂസൻസ് പോലൊക്കെ വരുമല്ലോ, നമ്മളൊരു മൈക്കൊക്കെ എടുത്തിട്ട്. പക്ഷെ ഇദ്ദേഹം അങ്ങനെ ആയിരുന്നു. പക്ഷെ അത് കേട്ടിട്ട് പോലും ആൾക്കാർ ഓപ്പൺ എയറിൽ, ഓപ്പൺ സദസ്സുകളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പ്രൊജക്ടർ വെച്ച്, സ്ക്രീനിൽ വെച്ച് നമ്മൾ ഈ സ്കൂളിലൊക്കെ കണ്ടതുപോലെ അവതരിപ്പിക്കുകയും ആ സിനിമ 2 മണിക്കൂറുള്ള സിനിമ 2 മണിക്കൂർ നേരവും ഈ കൊടും ചൂടെങ്കിൽ ചൂട്, അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു തിയേറ്റർ ആംബിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഓപ്പൺ സ്പേസിൽ ആൾക്കാരിരുന്ന് കണ്ടിട്ട് വളരെ വികാര തീവ്രമായിട്ട് ഇറങ്ങിപ്പോയിട്ടുള്ളതും അനുഭവങ്ങളൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്, വായിച്ചു കേട്ടിട്ടുണ്ട്. അതൊക്കെ ജോണിന് 4 ചിത്രങ്ങളിലൂടെ ഉള്ളത്. പക്ഷെ ഒരു ദുഃഖകരമായൊരവസ്ഥ, ജോൺ ഇനിയും സിനിമകൾ ചെയ്യേണ്ട മനുഷ്യനായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹം തുടങ്ങിവെച്ച 2-3 ചിത്രങ്ങൾ, അമ്മയറിയാന് ശേഷം തുടങ്ങിവെച്ച 2-3 ചിത്രങ്ങൾ ജോൺ അബ്രഹാമിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ വന്നിരുന്നുവെങ്കിൽ അതൊക്കെ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ചിത്രങ്ങളായി മാറുമായിരുന്നു. ലോക സിനിമാ വേദിയിൽ ഇന്ത്യൻ സിനിമയുടെ ഒപ്പം മലയാള സിനിമയുടെ പേരും അടയാളപ്പെടുത്തുമായിരുന്നു.
അതിലൊന്ന് കയ്യൂർ ഗാഥകൾ എന്ന് പറഞ്ഞ് കയ്യൂർ സമര സഖാക്കളുടെ ഒരു കഥ, അതെല്ലാം തിരക്കഥ ആയിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹത്തിന്റെ സക്കറിയ, എഴുത്തുകാരൻ സക്കറിയ ആയിട്ടുള്ള ഒരു ചിത്രം ഉണ്ട്, അതും അദ്ദേഹത്തിന് ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ല. അത് പിന്നെ ഒരു ചിത്രം തിലകനുമായി ചേർന്ന്, ശരിക്കും തിലകനും ഇദ്ദേഹമൊക്കെ സുഹൃത്തുക്കളായിരുന്നു എന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവര് കോട്ടയം CMS കോളേജിൽ ഏകദേശം ഒരേ കാലഘട്ടത്തിൽ ഒക്കെ അടുപ്പിച്ച് പഠിച്ചിരുന്നു. തിലകനെ വെച്ചിട്ട് ജോസഫ് എന്ന പുരോഹിതൻ ഒരു ചിത്രം അദ്ദേഹം ശരിക്കും പ്ലാൻ ചെയ്തിരുന്നു. അതിൽ തിലകനെ കണ്ടിട്ട് ഒരിക്കൽ പറയുകയും ചെയ്തു. തിലകന്റെ ഒക്കെ തുടക്ക കാലഘട്ടമാണ്. ഈ ചിത്രത്തിലെ ജോസഫ് എന്ന് പറയുന്ന പുരോഹിതന്റെ വേഷം താങ്കളാണ് ചെയ്യുന്നത് എന്ന് തിലകന്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു എന്നാണ്. തിലകൻ അത് വലിയൊരു അഭിമാനമായിരുന്നു. ജോൺ അബ്രഹാമിന്റെ അമ്മ അറിയാനൊക്കെ ശേഷമാണ് ഒരു ചിത്രത്തിൽ അതും നായകനായി വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അംഗീകാരമാണ് എന്ന് തിലകൻ അത് കഴിഞ്ഞിട്ട്. അങ്ങനെ 2-3 ചിത്രങ്ങൾ. പിന്നെ നന്മയിൽ ഗോപാലൻ എന്ന് പറഞ്ഞൊരു ചിത്രം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നന്മയിൽ ഗോപാലനെ കുറിച്ചുള്ള ഒരു പരാമർശം നമ്മുടെ ആ കഴിഞ്ഞ അനുസ്മരണ വേദിയിലും ആരൊക്കെ പറയുകയുണ്ടായി. നന്മയിൽ ഗോപാലൻ, അത്തരം ആ ചിത്രങ്ങളൊക്കെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ചിത്രങ്ങളായിരുന്നു. അത് നമ്മുടെ ദൗർഭാഗ്യം, ലോക സിനിമയ്ക്ക് നഷ്ടം, മലയാളത്തിന് വലിയൊരു നഷ്ടം. അങ്ങനെ ജോൺ അബ്രഹാം വളരെ 50-ാമത്തെ വയസ്സിൽ ഇവിടെ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ സുരേഷ് പറഞ്ഞ പോലെ 87 മെയ് 30-ാം തീയതി ആണ് അദ്ദേഹം അകാല ചരമമടയുന്നത്. അദ്ദേഹം ഒരു അപകട മരണമാണ് സംഭവിക്കുന്നത്. അത് എല്ലാ പ്രതിഭകൾക്കും സംഭവിക്കുന്ന ഒരു ദാരുണമായൊരു അന്ത്യം അദ്ദേഹത്തിനും ഉണ്ടായി എന്ന് മാത്രമേ നമുക്കത് പറയാനുള്ളൂ. വിധി എനിക്കവിടെ പറയാനുള്ള കാര്യം, ഈ ഞാൻ ജോൺ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് അദ്ദേഹം മരിക്കുന്നതിന് കൃത്യം ഒരാഴ്ച മുമ്പ്. ഞാനന്ന് 1987 സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ തിരുവനന്തപുരത്ത് ജോലിയായിട്ട് അവിടെ ജോയിൻ ചെയ്ത സമയമാണ്. അപ്പോൾ എൻ്റെ മുറിയുടെ തൊട്ടപ്പുറത്തെ മുറിയിൽ ഒരു ഡോക്ടർ രാംമോഹൻ, അന്ന് അദ്ദേഹം രാംമോഹൻ ഉണ്ടായിരുന്നു. PhD അവിടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ രാംമോഹൻ്റെ മുറിയിൽ വന്ന് ഇദ്ദേഹം താമസിക്കുകയും കുറേ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം അനാർക്കി ജീവിത സ്റ്റൈലുണ്ടല്ലോ, അങ്ങനെ കുറച്ച് മദ്യപാനമൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നതും ഒരാഴ്ചയോളം ഞാൻ കണ്ടു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വാർത്ത കേൾക്കുന്നത്, ഇദ്ദേഹം കോഴിക്കോട് വെച്ച് ഒരു വീട്ടിൻ്റെ ടെറസിൽ നിന്ന് വീണ് മരിച്ചു. അതൊരു വലിയ ഷോക്കായിരുന്നു ആ സമയത്ത്. ഇത് ഞാൻ സാന്ദർഭികമായി ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ശ്യാമിനോട് പറയുന്നു അത്രമാണ്. അതാണ് സുരേഷ്. ശരിക്കും അനാർക്കി എന്ന് പറഞ്ഞുള്ള അരാജകത്വ ജീവിതം നയിച്ചൊരു വ്യക്തി തന്നെയായിരുന്നു ജോൺ, അതിന് സംശയമില്ല. അത് ഒരിക്കലും അദ്ദേഹത്തിന് അഭിനയമായിരുന്നില്ല, അത് ഉള്ളിൽ സഹജമായൊരു സ്വഭാവമായിരുന്നു. പിൽക്കാലത്ത് പല കലാകാരന്മാരും ഇത് അനുകരിക്കാൻ ശ്രമിച്ചിട്ട് പാടേ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ജോൺ അബ്രഹാമിനെ അനുകരിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു പോയ ധാരാളമുണ്ട്. ജോൺ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമായിരുന്നില്ല. സ്വാതന്ത്ര്യം, മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുന്നു, അവന് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനുള്ള അവകാശം, അല്ലെങ്കിൽ അത് മൗലികമായൊരു കർമ്മം ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് ചിന്തിച്ച ഒരു വ്യക്തിയായിരുന്നു ജോൺ അബ്രഹാം. ഒരുപക്ഷെ സമൂഹം അതെങ്ങനെ വിലയിരുത്തും എന്നൊന്നും പുള്ളി ചിന്തിച്ചിട്ടില്ല. ജോൺ അബ്രഹാമിന് അതൊരു പ്രശ്നമേ ആയിരുന്നില്ല. മറ്റുള്ളവർ നമ്മളൊക്കെ തന്നെ ഇന്ന് നമ്മുടെ മനസ്സിൽ ഉള്ള പല സ്വാതന്ത്ര്യം എടുത്ത് ചെയ്യണമെന്ന് പറയുന്ന ഭൂരിപക്ഷം ആൾക്കാരും നമ്മുടെ സമൂഹത്തിനെ ഭയന്നിട്ട് നമ്മളൊക്കെ കപട മുഖംമൂടികളൊക്കെ ധരിച്ച് കപട വ്യക്തിത്വങ്ങളായിട്ട്, അല്ലെങ്കിൽ ഇരുട്ടിൽ ഒരു വ്യക്തിത്വം വെളിച്ചത്തിൽ മറ്റൊരു വ്യക്തിത്വമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ തന്നെ. പക്ഷേ ജോൺ അബ്രഹാം അങ്ങനെ ആയിരുന്നില്ല. ജോൺ അബ്രഹാമിന്റെ ജീവിതം പച്ചയായ ജീവിതമായിരുന്നു. അന്ന് നമ്മുടെ അനുസ്മരണ വേദിയിലും ജോൺ അബ്രഹാമായിട്ടുള്ള അനുഭവങ്ങൾ 1-2 ആൾക്കാർ പറഞ്ഞതൊക്കെ സുരേഷ് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അതിൽ നമ്മൾ വായിച്ചിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ 1-2 അനുഭവ കഥകൾ പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽ അത് വളരെയധികം പെട്ടു. അദ്ദേഹത്തോടൊപ്പം മുറി പങ്കിട്ട ഒരു സുഹൃത്തിന്റെ അഭിപ്രായം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞത് ജോൺ അബ്രഹാമിനെ ഏറ്റവും അധികം സഹിച്ച ഒരു സുഹൃത്താണ് ഇത് എന്നാണെന്ന് പറഞ്ഞത് സംഗതി. എന്ന് പറഞ്ഞാൽ ജോൺ അബ്രഹാമിന്റെ കൂടെ ജീവിക്കുക എന്നുള്ളത് ഒരു വലിയൊരു സഹനമാണ്, അല്ലെങ്കിൽ അത്രയ്ക്കും വലിയൊരു സഹനത്തിന്റെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു പ്രിയദാസ് അല്ലേ, അതാണ് അതെ. കോട്ടയത്തു നിന്നോ മറ്റോ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ തിരുവനന്തപുരത്ത് ലോഡ്ജിൽ അവരുണ്ടായിരുന്നു. ജോൺ അബ്രഹാം ഇന്നിവിടെ കാണും, നാളെ വേറൊരിടത്തായിരിക്കും. ജോൺ അബ്രഹാമിന് അങ്ങനെയൊന്നുമില്ല. ജോൺ അബ്രഹാം ലോകം മുഴുവൻ അദ്ദേഹത്തിന് ഭവനമാണ്. എവിടെയോ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ആകാശത്തിന് കീഴിൽ എവിടെ വേണമെങ്കിലും ഞാൻ കിടന്നുറങ്ങും, എനിക്ക് ഭക്ഷിക്കാതെ ജീവിക്കാൻ കഴിയും. പക്ഷേ മദ്യപാനം അദ്ദേഹത്തിന് ഒരു ദൗർബല്യമായിരുന്നു. ധാരാളം സുഹൃത്തുക്കൾ ആ വഴിയിലൊക്കെ അദ്ദേഹത്തിന് കൂടെ ഉണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യം നോക്കി ഇതൊക്കെ ഈ CDSൽ വന്ന് അദ്ദേഹം ആഘോഷമായി നടത്തിയത് എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
കയ്യിൽ 5 പൈസ പോലും ഇല്ലാതെ അദ്ദേഹത്തിന് എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. ഞാൻ പിന്നെ വേറൊരു കാര്യം, ഈ ജോൺ അബ്രഹാം ഒരു വിഗ്രഹമായി കലാകാരന്മാരുടെയും അല്ലെങ്കിൽ കലാസ്വാദകരുടെയും സിനിമാസ്വാദകരുടെയും കണ്ടവരുടെയും കാണാത്തവരുടെയും മനസ്സിൽ പറഞ്ഞു കേട്ട് അങ്ങനെ പതിച്ചിട്ടുണ്ട്. നമ്മുടെ അരവിന്ദന്റെ ഒരു എസ്തപ്പാൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. എസ്തപ്പാനെ പലരും കണ്ടിട്ടില്ല, പക്ഷെ എസ്തപ്പാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എനിക്കിപ്പോൾ ഒരു സംശയം വരുന്നുണ്ട്. ശരിക്കും അരവിന്ദനും ഇവരൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളും ഒരുമിച്ച് കോട്ടയം കോളേജുകളൊക്കെ പഠിച്ചിട്ടുള്ളവരാണ്. ഒരുപക്ഷെ എസ്തപ്പാൻ എന്നുള്ള ആ ഒരു കഥാപാത്രത്തിന്റെ ഒരു രൂപീകരണത്തിൽ നമ്മുടെ ജോൺ അബ്രഹാമിന്റെ സ്വഭാവത്തിന്റെ എന്തെങ്കിലും കരങ്ങെടുത്തിട്ടുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. കാരണം ജോൺ അബ്രഹാമിനെ അറിയാത്തവർ പോലും ജോൺ അബ്രഹാമിന്റെ കാര്യങ്ങൾ പറയുമായിരുന്നു. അപ്പം ആ ജോൺ അബ്രഹാമിന്റെ വേറിട്ട വ്യക്തിത്വം ഇവരുടെയൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഇതും ഒരുപക്ഷെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതായിരിക്കാം, എങ്കിലും എനിക്കത് പറയാൻ തോന്നുന്നു. മറ്റൊന്നുമല്ല, വളരെ വികൃതമായ വേഷത്തിൽ ഈ തിരുവനന്തപുരം നഗരത്തിലൂടെ നടക്കുമ്പോൾ ഒരു ഭ്രാന്തരെ പോലെ അരഞ്ഞു നടക്കുന്ന ജോൺ അബ്രഹാം മനസ്സിൽ സിനിമയും തലച്ചോറിൽ ആശയങ്ങളുമായി, നൂതന ആശയങ്ങളുമായി ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാം, ഉദ്ധരിക്കാൻ കഴിയും. പക്ഷെ രൂപത്തിലോ ഭാവത്തിലോ അതൊന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ നടക്കുന്ന ജോൺ അബ്രഹാം ഒരിക്കൽ തിരുവനന്തപുരം നഗരത്തിൽ അബദ്ധസഞ്ചാരിണിയായി നടക്കുന്ന ഒരു സ്ത്രീയെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളലിഞ്ഞു. ആ സ്ത്രീ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ആഹാരത്തിന് വേണ്ടി, സ്വന്തം കുടുംബം പോറ്റുന്നതിന് വേണ്ടി അബദ്ധസഞ്ചാരം നടത്തുന്ന ഒരു സ്ത്രീ ആയിരിക്കും. ആ സ്ത്രീയെ പോയി ചെന്ന് അദ്ദേഹം പരസ്യമായി കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹം എടുത്ത് പൊക്കി എന്നാണ് ഞാൻ കേട്ടത്. എടുത്ത് പൊക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, പെങ്ങളെ ഈ സമൂഹം നിന്നോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് ഈ സഹോദരൻ ഇത്രയെങ്കിലും ഒരു പ്രായശ്ചിത്തം ചെയ്യണ്ടേ എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ആ സ്ത്രീക്ക് പോലും അത് മനസ്സിലായി കാണത്തില്ല. ഒരുപക്ഷെ സ്ത്രീ ഭയന്നു പോയിട്ടുണ്ടായിരിക്കും. ഏതോ ഒരു ഭ്രാന്തൻ, ഒരു ഭ്രമകൽപ്പനയിൽ നിന്നെന്തോ വിളിച്ചു പറയുന്നു എന്ന് തോന്നിയിട്ടോ. പക്ഷേ ജോൺ അബ്രഹാം അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ ഇങ്ങനെ പലരും കേട്ട് വന്നാൽ ഞാനിത് എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ വായനാശീലത്തെ കുറിച്ചൊക്കെ അന്ന് ധാരാളം ധാരാളം വായിക്കുന്ന ആളായിരുന്നു. എപ്പോഴും വായിക്കുന്ന ആളായിരുന്നു. വായന ഉണ്ട്, വായിച്ചിങ്ങനെ നടക്കും. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരോ പെട്ടെന്ന് യൂണിവേഴ്സിറ്റി കോളേജിലെങ്ങാണ്ടോ കയറി ചെന്നപ്പോഴത്തേക്കും ആരോ കുട്ടികൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചു എന്നാണ് പറയുന്നത്, പിന്നെ വാട്ട് ഈസ് ക്യാപിറ്റലിസം എന്ന് ചോദിച്ചു. ക്യാൻ യു സേ വാട്ട് ഈസ് ക്യാപിറ്റലിസം? പുള്ളി എടുത്തമായി പറഞ്ഞു, മാൻ എക്സ്പ്ലോയിറ്റിംഗ് മാൻ. ഒറ്റ വാക്കി പറഞ്ഞു, മാൻ എക്സ്പ്ലോയിറ്റിംഗ് മാൻ എന്ന് പറഞ്ഞു. ഉടനെ ആരാണ്ട് അവിടെ ഒരു തമാശയ്ക്ക് ഒരു വിദ്യാർത്ഥി ചോദിച്ചു, ദെൻ വാട്ട് ഈസ് കമ്മ്യൂണിസം എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞു, വൈസ് വേഴ്സ. അപ്പം ഇതൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ്. ഇതൊക്കെ ഒരു ജീനിയസിന് മാത്രം കഴിയുന്ന ഇതാണ്. ഇദ്ദേഹത്തിന്റെ ഇങ്ങനെ വാക്ചൗധരി ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു അനശ്വര നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം ജനിക്കുന്ന ഒരു അത്ഭുത പ്രതിഭ എന്ന് മാത്രമേ നമുക്കത് പറയാൻ കഴിയുന്നുള്ളൂ. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ജോൺ അബ്രഹാമിനെ കുറിച്ച് ഒരു കവിത എഴുതിയിട്ടുണ്ടല്ലോ, അതിന്റെ കുറച്ച് വരികളൊന്ന് പാടാൻ പറ്റുമോ? ജോൺ അബ്രഹാം ഇവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു. എനിക്കൊന്ന് പ്രായത്തിൽ ജോൺ അബ്രഹാം ബാലചന്ദ്രൻ ചുള്ളിക്കാട് വളരെ സീനിയറാണ് ഈ ജോൺ അബ്രഹാം. അവർ തമ്മിൽ പക്ഷെ ഉള്ളിൽ രണ്ടുപേരും കലാകാരനും കവിത്വവും എല്ലാം ഉണ്ടല്ലോ. ഇവർ തമ്മിൽ ഒരു മാനസികമായിട്ട് ഒരു അടുപ്പം ഉണ്ടായിരുന്നു. കവിത എഴുതിയിട്ടുണ്ട്, ആ കവിത ഉണ്ട്. അത് ജോൺ എവിടെ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ഈ കവിത ഒരിക്കൽ ജോൺ അബ്രഹാമിന്റെ ഏതോ ഒരു അനുസ്മരണ സമ്മേളനത്തിന് ശേഷം കവി സദസ്സിൽ ഇവരെല്ലാവരും കൂടെ അവരുടെ ഒരു കൂട്ടായ്മയിൽ വെച്ചിട്ട് സിനിമാക്കാരുടെ, സംവിധായകരുടെയും ഒക്കെ സാഹിത്യകാരന്മാരുടെ എല്ലാ ബുദ്ധിജീവികളും, അക്കാലത്ത് കേരളത്തിലുള്ള എല്ലാ ബുദ്ധിജീവികളുടെ ഒരു സമ്മേളനത്തിൽ, അവരുടെ ഒരു സുഹൃത്ത് സദസ്സിൽ അനുസ്മരണ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവസരത്തിലാണ് ഈ കവിത ജോൺ ചൊല്ലി എന്ന് അല്ല ജോൺ അല്ല, നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സ്വന്തം കവിത അദ്ദേഹത്തിന്റെ പ്രൗഢഗംഭീരമായ ശബ്ദത്തിൽ, ഭാവത്തിൽ ചൊല്ലി 8-10 മിനിറ്റുള്ള ഒരു വലിയ കവിതയാണ്. അത്രയും ഞാൻ ചൊല്ലുന്നില്ല, കുറച്ച് വരികൾ ആ കവിതയുടെ പരാമർശം വന്നുകൊണ്ട് മാത്രം. അത് ചൊല്ലിയതിന് ശേഷം ആ കൂട്ടായ്മ നിശബ്ദമായി. അവരുടെയൊക്കെ മനസ്സിൽ ജോൺ എന്നുള്ള ആ ഒരു വ്യക്തിത്വം, ആ ജോൺ എന്നുള്ളതിൻ്റെ ആ ഒരു ഇമേജ് അങ്ങ് പതിഞ്ഞു. വേദനയോടിരിക്കുമ്പോൾ പ്രശസ്ത സംവിധായകനായ പവിത്രൻ പറഞ്ഞു, ലോകത്ത് ഒരു സിനിമാക്കാരനും ഇതുപോലെ കവിത കൊണ്ടൊരു താജ്മഹൽ കിട്ടിയിട്ടുണ്ടാവില്ല എന്ന്. അപ്പോൾ ആ കവിതയുടെ ശക്തി എന്താ നമുക്കത് മനസ്സിലാക്കാവുന്നത്. കവിതയുടെ പേര്
ജോൺ എവിടെ? നഗരത്തിലെ ഒരു രാത്രിയിൽ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ജോൺ പോകാൻ സാധ്യതയുള്ളത് എന്ന സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുന്നതാണ് കവിതയുടെ ഒരു പശ്ചാത്തലം. അവിടൊക്കെ ചെല്ലുമ്പോൾ ആരും ജോണിനെ കാണുന്നില്ല, ജോണിനെ കണ്ടെത്താൻ കഴിയുന്നില്ല. മാത്രമല്ല പലപ്പോഴും പലരും അങ്ങനെ ഒരാൾ ഇവിടെ വന്നിരുന്നോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കാവലാൾ ഞാനല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു ബൈബിൾ ഇതിലൊക്കെ ഉള്ളതാണ്, ഒരു ബിബ്ലിക്കലായിട്ടുള്ളതാണ് ഒരു സങ്കല്പമാണത്. നമ്മൾ ഉത്തരവാദിത്വത്തിൽ മാറുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപജയമായ ജീവിതത്തിന് കാരണക്കാരൻ ഞാനല്ല എന്നൊക്കെ വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ജോൺ എന്നുള്ള അടയാളപ്പെടുന്നത്, ജോൺ എബ്രഹാമിനെ അടയാളപ്പെടുത്തുന്ന കവിതയാണ്. കവിതയുടെ പേര് എവിടെ ജോൺ? തരിക നീ പീതസായന്തനത്തിൻ്റെ നഗരമേ, നിന്റെ വൈദ്യുതാലിംഗനം. തരിക നീ പീതസായന്തനത്തിൻ്റെ നഗരമേ, നിന്റെ വൈദ്യുതാലിംഗനം. ഇന്ന് ദുഃഖദീർഘങ്ങൾ, വിഹ്വല സമുദ്ര സഞ്ചാരങ്ങൾ തീർന്ന് ഞാൻ ഒരുവനെ തേടി വന്നു. വേദങ്ങളിൽ അവന് ജോൺ എന്നു പേർ, വേദങ്ങളിൽ അവന് ജോൺ എന്നു പേർ. മേൽവിലാസവും നിഴലുമില്ലാത്തവൻ, വിശക്കാത്തവൻ. ഇരുപതാം നമ്പർ മുറി, അതേ മുറി, ഒരു മെഴുകുതിരി മാത്രം എരിയുന്നു. 20-ാം നമ്പർ മുറി, അതേ മുറി, 20-ാം നമ്പർ വീട്, അതേ മുറി, ഒരു മെഴുകുതിരി മാത്രം എരിയുന്നു. നയനരശ്മിയാൽ പണ്ടൻ ഗൃഹങ്ങളെ ഭ്രമണമാർഗത്തിൽ നിന്നും തെറിപ്പിച്ച മറിയ നീറിക്കിടക്കുന്നു. തൃഷ്ണതൻ ശമനമില്ലാത്തൊരങ്കാര ശയ്യയിൽ. എവിടെ ജോൺ? സ്വരം താഴ്ത്തി ഞാൻ ചോദിച്ചു. അവനു ഞാനല്ല കാവലാൾ, പോവുക. എവിടെ ജോൺ? ഞാൻ സ്വരം താഴ്ത്തി ചോദിച്ചു. അവനു ഞാനല്ല കാവലാൾ, പോവുക. പരിചിതമായ ചാരായശാലയിൽ നരകതീർത്ഥം പകർന്നു കൊടുക്കുന്ന പരിശയോട് ഞാൻ ചോദിച്ചു. ഇന്ന് ജോൺ ഇവിടെ വന്നുവോ? പൊട്ടിച്ചിരിച്ചുകൊണ്ടൊരു പരിചയം ഗ്ലാസ് നീട്ടുന്നു. താൻ എവിടെയായിരുന്നു ഇത്ര നാളും കവി? ഇത് ചെകുത്താന്റെ രക്തം, കുടിക്കുക. ഇവിടെ ഉണ്ടായിരുന്നു ജോൺ, ഇവിടെ ഉണ്ടായിരുന്നു ജോൺ. എപ്പോഴോ ഒരു ബഹൂമിയൻ ഗാനം പകുതിയിൽ പദവി നിർത്തി അവൻ ഇറങ്ങിപ്പോയി. അവന് കാവലാളാര്? ഈ ഞങ്ങളോ? അങ്ങനെ വളരെ ഭാവദീപ്തമായ കവിതയാണ് അത്. പിന്നെ നമുക്ക് അതിഗംഭീരമായിട്ട് ചൊല്ലിയ കവിതയും കൂടെ ജോണിന് ഒരു ചർച്ചയുടെ ഒരു അനുസ്മരണമായിട്ട് സമർപ്പിക്കുകയാണ്. സുരേഷ്, പ്രിയ പ്രേക്ഷകരെ, എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഇത് ഫോർവേഡ് ചെയ്യുക, അന്യൂന എന്ന് പറയുന്ന ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ പുതിയ സബ്ജക്റ്റുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളെ തേടിയെത്തും. നന്ദി, നമസ്കാരം. നമസ്കാരം.